ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ രേവതി ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതല്ലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ സ്തുതി നല്ല ഗംഭീര പ്രകടനം നടത്തുവാണ് റോട്ടിൽ വെച്ച് പോലീസുകാരുമായിട്ട്. പോലീസുകാരോട് പറഞ്ഞു, സാറേ നിങ്ങൾ ക്ഷമ പറയാതെ പോകാൻ പറ്റത്തില്ലെന്ന് പറയാം. നീ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാറേ, കുടിക്കാതെ എൻ്റെ കൂട്ടുകാരനെ ഊതിപ്പിച്ചില്ലേ, അതുകൊണ്ട് നിങ്ങൾ സോറി പറയണം. സോറി, അതായത് SORRY, സോറി പറഞ്ഞിട്ടേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുക. അണ്ണേ, നിങ്ങൾക്ക് നിയമങ്ങളൊന്നും അറിയത്തില്ല സാർ. കരഞ്ഞ നിരപരാധിയായിട്ട് ആൾക്കാരുടെ മേലെ കുറ്റം ചുമത്താൻ പാടില്ല എന്നൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ല സാറേ. നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനെതിരെ നിങ്ങൾ ചെയ്യുന്നത്? ഉടനെ അതിൽ മറ്റേ അരുൺ പോലീസുകാരുണ്ട്, കോൺസ്റ്റബിൾ, നമ്മുടെ ദേവുവിൻ്റെ കാമുകൻ. അപ്പം അവൻ ചോദിക്കാം, നീ ഏത് ബ്രാൻഡാണ് അടിച്ച് ഇത്രമാത്രം പൂസാകാൻ, ഇത്രമാത്രം എന്താ കാണിച്ചത് സാറേ? ഉടനെ മറ്റേ SID ചോദിക്കണേ, സാറേ എനിക്ക് പറ്റുന്നില്ല സാറേ, എൻ്റെ ഭാര്യ എന്നെ വിട്ടു പോയി സാറേ, അവൾ എന്നെ മിണ്ടാതെ പോയി സാറേ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബഹളം ഉണ്ടാക്കണം സാറേ. എന്താണ് എന്നിട്ട് പിന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വരും. ഒരു സൈഡിൽ നമ്മുടെ അരുണും മറ്റേ സൈഡ് ഇൻസ്പെക്ടർ നിൽക്കുകയാണ്. അവിടെ അരുണിൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറയാം, സാറേ നിങ്ങൾ കാണിച്ച് ശരിയല്ല, നിങ്ങൾ ഞങ്ങളെ പിടിച്ചു നിർത്തി, അത് തെറ്റ്, സോറി പറഞ്ഞേ പറ്റൂ എന്ന് പറയണം. എന്നിട്ട് മര്യാദയ്ക്ക് സോറി പറഞ്ഞു എന്ന് പറഞ്ഞ് പിടിച്ച് ആ പോലീസുകാരൻ്റെ തോളത്ത് തട്ടുവാണ്. തോളത്ത് ഇങ്ങനെ തള്ളിവിടുമ്പോഴത്തേക്കും പറയാം, സാറ് തന്നെ ഇവൻ കാണിക്കുന്നുണ്ടോ സാറേ എന്ന് പറഞ്ഞിട്ട് ഇവനെ പിടിച്ച് കയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോടാ എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ കയറ്റുകൊണ്ടാണെന്ന് തന്നെ SI തന്നിരിക്കുക. സാറേ AC ഉണ്ടോ സാറേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് AC നിനക്ക് സ്റ്റേഷനിൽ ചെന്ന് തരാം എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് കയറ്റുവാണ്. നമ്മുടെ സുധീനെ പിടിച്ച് കയറ്റുമ്പോഴത്തേക്ക് മറ്റേ അവൻ്റെ കൂട്ടുകാരൻ, അയ്യോ ഇതെന്ത് സംഭവിക്കുന്നത് എന്താന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഒരു ആകാംക്ഷയിൽ ഒരു വെപ്രാളത്തിൽ നിൽക്കുവാണ് നമ്മുടെ ആ വ്യക്തി. അപ്പം അടുത്ത സീൻ കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി മീരയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ശ്രുതി മീരയുടെ വീട്ടിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇത്രയും പ്രശ്നം ആയിട്ട് പോലും ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളതാണ്. ഞാൻ ഒരു വിധം അവിടെ ശരിയാക്കി വന്ന് ഞാൻ ശ്രുതിയോട് സംസാരിച്ച് എല്ലാം നേരെ ആക്കിയതാണ്. പക്ഷെ ശ്രുതി ഇടയ്ക്ക് ചാടി, അല്ല അമ്മ ആൻറ്റി ഇടയ്ക്ക് ചാടി വന്നിട്ട് എല്ലാം കുളവാക്കി. ആൻറ്റിയാണ് എല്ലാത്തിനും കാരണക്കാരി, അവരെ എന്നെ ഓടിച്ചു വിട്ടതെന്ന് പറയുമ്പോഴത്തേക്ക് നീ എന്നാലും കോൺടാക്ട് ചെയ്ത് ശ്രുതി ഒന്ന് എന്നിട്ട് ശ്രുതി പറയാണ് മേരിയോട്, ശ്രുതി ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവനെ കൊണ്ടുപോകും, ഞാൻ പിന്നെ രക്ഷപ്പെട്ടു, ഒന്നും നോക്കാനില്ലെന്ന് പറയുവാണ്. അടുത്ത പറഞ്ഞാൽ എന്താണ് നീ വിളിച്ച് നോക്കും? ഞാൻ വിളിച്ച് ഇനി എടുക്കത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞു. എന്താണ് വിളിച്ച് നോക്ക്, വിളിച്ച് കഴിഞ്ഞാൽ ശരിയാകും, കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം വിളിക്കുവാണ്, നമ്മൾ ശ്രുതി വിളിക്കുവാണ് മീരയുടെ ഫ്രണ്ട് വെച്ച്. വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് കിട്ടുന്നില്ല, അത് ഫോൺ സ്വിച്ച് ഓഫ് കാണിക്കുന്നു. അടുത്ത സീൻ കാണിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ സ്റ്റേഷനിൽ വെച്ച് ചോദിക്കുന്നുണ്ട്, സാറേ നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ചോണ്ട് വന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിങ്ങൾ ഇവിടെ നിങ്ങളാണ് തെറ്റ് ചെയ്തത്, ഞാൻ തെറ്റുകാരനല്ല. നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ തന്നെ അനുഭവിക്കണം. നിങ്ങൾ കാരണം കൊണ്ടാണ് ഞാനിവിടെ ആയത്. നിങ്ങൾ സോറി പറയാത്തടത്തോളം കാലം ഞാൻ ഈ കേസ് ഞാൻ നീട്ടും, അതായതെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുക. സാറേ അപ്പോൾ അതിലൊരു കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, എടാ നിന്നെ സോറി മാത്രം പറഞ്ഞാൽ അതിന് കാല് പിടിക്കണമെന്ന് ചോദിക്കണം. സാറേ വേണമെങ്കിൽ കാല് പിടിക്കണം, കാരണം ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ അറിഞ്ഞാൽ എനിക്ക് ഡിഗ്രി വിത്ത് 7 ഡിഗ്രിയാണ് എനിക്കുള്ളത്, 7 ബിരുദമുള്ളത്. അപ്പം എൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങളാണ് ഞെട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഒരു കാർഡൊക്കെ എടുത്ത് കാണിക്കുവാണ്. അങ്ങനെ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും ഉടനെ അതിലൊരു പോലീസ് പറഞ്ഞു, സാർ ഇവന് പൊട്ടനാണോ സാറേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സാറേ ഞാൻ പൊട്ടനൊന്നുമില്ല, ഞാൻ എന്താ പൊട്ടൻ, കാര്യം നിങ്ങളല്ല തെറ്റ് ചെയ്തത്, നിങ്ങൾ കാരണം കൊണ്ടല്ലേ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള രീതി പറഞ്ഞുകൊണ്ട് പോലീസുകാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ അരുൺ പറയുന്നുണ്ട്, ഇവൻ്റെ ഷർട്ട് വിടറോ എന്ന് പറയും. അപ്പോൾ മറ്റേ കോൺസ്റ്റബിൾ വന്നിട്ട് ഷർട്ട് പിടിച്ചൂരുവാണ്. അപ്പം കുതിരി മാറുന്നൊക്കെ ഉണ്ട്, പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാലും ഷർട്ടൊക്കെ ഊരിയിട്ട് പെട്ടെന്ന് ലോക്കപ്പിലാക്കുവാണ് നമ്മുടെ ശ്രുതിനെ ലോക്കപ്പിലാക്കി കഴിയുമ്പോഴത്തേക്ക് അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ കൂട്ടുകാരൻ നേരെ ബൈക്കുമായിട്ട് ചെന്ന് ചന്ദ്രവത്തിൽ നിൽക്കുക. എന്നിട്ട് നേരെ നിന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, ഏടോ ശ്രുതിയെ കണ്ടോ? ശ്രുതിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്നാന്ന് പറയാം, ശ്രുതി ഞാൻ അറിയാതെ പോയി ഭയങ്കരമായിട്ട് കുടിച്ചിട്ട് പോലീസുകാർ ഇടപെട്ടപ്പോഴത്തേക്ക് പോലീസുകാരോട് പറഞ്ഞെന്ന് എന്നെ പോലെ നിങ്ങൾ ക്ഷമ പറഞ്ഞിട്ട് പോയാൽ എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അപ്പം പിന്നെ ഫ്ലാഷ് ബാക്ക് കാണിക്കുവാണ്. അപ്പോൾ പോലീസുകാർ പിടിച്ചുകൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രനും രേവതിക്കൊക്കെ ഭയങ്കര അതിശയത്തോടെ നോക്കിക്കോണം. അവർ രേവതി ചോദിക്കുന്നുണ്ട്, കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ മാറുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ പറയാം, അവൾ
രവീന്ദ്രന് ഭയങ്കര വിഷമമാകുമ്പോഴത്തേക്ക് സച്ചി ചോദിക്കുന്നു. സച്ചി പറഞ്ഞ അച്ഛാ വിഷമിക്കാതെ, കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പം നല്ലതിനായിരിക്കും, മാത്രമല്ല അതിന് മാത്രം വലിയ തെറ്റൊന്നും ചെയ്തില്ല, അവനെ നമുക്ക് പെട്ടെന്ന് ഇറക്കി കൊണ്ടുവരാം എന്നുള്ളത് പറയാം. ഞാൻ അച്ഛൻ ഞാൻ പോയിട്ട് വരുന്ന പറയാം, അമ്മാനെ ഞാനും വരുന്ന പറയാം. അച്ഛൻ പറഞ്ഞിട്ട് അതിന് മാത്രം വലിയ കാര്യമൊന്നുമില്ലെന്ന് പറയാം. എങ്ങനെയാ സച്ചി നീ ഇങ്ങനെ പറയുന്നത്, കാരണം എൻ്റെ മകനല്ലേ അവൻ, കാരണം അപ്പം അവനങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പം എന്താണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചോണ്ട് രണ്ടുപേർ എല്ലാവരും അങ്ങോട്ട് പോവാണ്. അത് സ്റ്റേഷനിലേക്ക് പോകുന്ന സീനാണ് നമ്മൾ കാണുന്നത്. കാണിക്കുന്ന നമ്മുടെ സ്റ്റേഷനിലാണ്. സ്റ്റേഷനിൽ ഓടി ചെല്ലുവാണ് 3 പേരും. ചെന്ന് കയറി ഉടനെ അച്ഛാ ഞാൻ അപ്പം രവീന്ദ്രനെ നോക്കിയിട്ട് ഭയങ്കര കരച്ചിലാണ് നമ്മുടെ സുധി. അപ്പം അച്ഛാ ഞാൻ തെറ്റൊന്നും ചെയ്തില്ല അച്ഛാ, ഇവരെന്നെ ഇങ്ങനെ പിടിച്ചിട്ടേക്കോ അച്ഛാന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ ചോദിക്കുന്നുണ്ട്, സച്ചി ചോദിക്കുന്നുണ്ട്, എന്തിനാ സാറേ എൻ്റെ ചേട്ടനെ പിടിച്ചോണ്ട് ഇട്ടേക്കെന്ന് ചോദിക്കുമ്പോൾ അവനെ പിന്നെ പിടിച്ചിട്ട് ഇടാതെ അവൻ കുടിച്ചിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ കാണിച്ചേക്കെന്ന് അറിയാമെന്നൊക്കെ ചോദിക്കും. അപ്പം മറ്റേ അരുൺ ഡോക്ടർ വരുന്നുണ്ട്. അരുൺ ഡോക്ടർ വന്ന് ചോദിക്കും, ഡോക്ടറല്ലേ സോറി, അരുൺ പോലീസ് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നീ ആരാടാ ഇവിടുത്തെന്ന് ചോദിച്ചു. ഉടനെ ഞാൻ അവൻ്റെ ചേട്ടനാ സാറേ എന്ന് പറയാം. ഉടനെ ചേട്ടനോ, ആഹാ കൊള്ളാലോ, അടിപൊളി, സാർ എന്തിനാ സാർ അവനെ പിടിച്ചിട്ടിരിക്കുന്നത്, കാരണം നീ കുടിച്ചിട്ടില്ലല്ലോ. കുടിച്ചിട്ടുണ്ട്, പക്ഷേ വണ്ടി ഓടിച്ചല്ലോ എന്ന് പറയാം. നീ എന്നെ നിയമം പഠിപ്പിക്കുകയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചിയോട്. അപ്പം പറയണ രവീന്ദ്രൻ പറയണ, സാർ അവൻ കുടിക്കത്തൊന്നുമില്ല, അവൻ കുടിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ വിഷയം വീട്ടിൽ നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കുടിച്ചേക്കുന്നത് എന്ന് പറയുമ്പോൾ കൊള്ളാം അടിപൊളി എന്ന് പറയുമ്പോഴത്തേക്ക് സാറേ അവന് ഇറക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചിയോട് പറയുകയാണ്, ചേട്ടൻ കുടികാര, അനിയൻ റൗഡി, എല്ലാം കൊള്ളാം, നല്ല ഫാമിലിയാന്ന് പറയുമ്പോഴത്തേക്ക് പറയാം. അന്ന് രവീന്ദ്രൻ പറയാം, സാറേ എൻ്റെ മകൻ സുധി കുടിക്കത്തൊന്നുമില്ല, അവൻ പ്രത്യേകിച്ച് ഇങ്ങനെയൊന്നും കുടിച്ചെന്നുള്ളതുള്ളൂ, അത് മാത്രമല്ല എൻ്റെ ഇളയവൻ അവൻ റൗഡിയൊന്നുമല്ല, അങ്ങനെ കയ്യേറ്റം കാണിക്കുന്നതല്ല, റൗഡിത്തരം കാണിക്കുന്നവരെ കയ്യേറ്റം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതൊന്നും ഇല്ലെന്ന് പറയും. ഉടനെ അരുൺ മറ്റേ പോലീസുകാരൻ പറയുന്നുണ്ട്, പിള്ളേരെ പ്രസവിച്ചിട്ടാൽ മാത്രം പോരാ, പിള്ളേരെ വളർത്തേണ്ട രീതി വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി രേവതി നിർത്തിക്കോ, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പനെ അപമാനിക്കുന്ന പരിപാടി നിർത്തിക്കോ, ഇതിവിടം കൊണ്ട് അവസാനിക്കാൻ നല്ലത്, അല്ലെങ്കിൽ ശരിയാതിരുന്നോ. നീ എന്താടാ ചെയ്യുന്നത്, നീ മര്യാദയ്ക്ക് നീ ഇരുന്നിട്ട് നിന്നെ പിടിച്ചു അകത്തിടും, ഒരു ദിവസം നിന്നെ പിടിച്ചിടാൻ വേണ്ടി തന്നെ ഇരിക്കും ഞാൻ, നിന്നെ വെച്ചിട്ടുണ്ടാന്നൊക്കെ പറയുന്നത്. സാർ എന്താണെന്ന് ചെയ്യുന്നു. ഉടനെ നമ്മുടെ സുധി അകത്ത് ജയിലിൽ കിടന്നിട്ട് പറയുക, അടിക്ക് സുധി അടിച്ചെല്ലാത്തിനും നിരപ്പാക്കുക, ഒറ്റത്തിന് വെച്ചേക്കണ്ട, എല്ലാത്തിനും അടിച്ച് നേരെയാക്ക് എന്ന് പറയണം. അങ്ങനെ എന്നെ നേരെയാക്കാനാ തുടറ എന്ന് പറഞ്ഞ് പോലീസുകാരൻ പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, നിന്നെ പിടിച്ച് കാത്തിരുന്നോടാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഉടനെ സച്ചിയോട് സച്ചി നീ പുറത്ത് നിൽക്കുക എന്ന് രവീന്ദ്രൻ പറഞ്ഞ സച്ചിയും മറ്റേ കൂട്ടുകാരനും കൂടി ചേർന്ന് പുറത്ത് വന്നു. അങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് സാറെ എങ്ങനെയും പുറത്ത് വിടണമെന്നുള്ള രീതിയിൽ രവീന്ദ്രൻ മറ്റേ അരുൺ പോലീസിനോടും മറ്റേ ആളോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ വേറൊരു വണ്ടി വന്ന് നിൽക്കുക, പോലീസ് ജീപ്പ് വന്ന് നിൽക്കുക. അപ്പോൾ എസ് ഐ വന്നിട്ട് നേരെ കയറും അകത്തോട്ട് കയറി പോകുമ്പോഴത്തേക്ക് എന്താ വിഷയം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, സാറേ ഇവനെ വിളിക്കാൻ വേണ്ടി വന്നതെന്ന് പോലീസുകാരൻ പറയുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, സാറേ എൻ്റെ മകനകത്ത് കിടക്കുന്നത്, അവൻ അങ്ങനെ കുടിക്കുന്ന ആളല്ല, അവൻ വീട്ടിൽ ചെറിയൊരു വിഷയം നടന്നുകൊണ്ട് കുടിച്ചതാണ്, അവനെ ദയവ് ചെയ്ത് പുറത്ത് വിടണമെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ അരുൺ പോലീസുകാരനോട് പറയണേ, അവനെന്തിനാണോ പിടിച്ചിട്ടേക്കുന്നത് അകത്തിട്ടേക്കുന്നത്, അവനെ പുറത്തിറക്കുന്ന പറയുമ്പോഴത്തേക്ക്, സാർ അത് കേസ് ഫയൽ ചെയ്ത്, കേസ് നമ്മൾ തന്നെയാണ് പിടിച്ചെങ്കിൽ നമുക്ക് തന്നെ അത് ഇല്ലാതാക്കാൻ അറിയത്തില്ലേ, അത് മര്യാദയ്ക്ക് അവനെ പുറത്തിറക്കുന്ന പറയും. പുറത്തിറക്കുവാണ്. അത് നമ്മുടെ പോലീസുകാരൻ അവനെ ഇറക്കി കഴിയുമ്പോഴത്തേക്ക് രവീന്ദ്രനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം, അച്ഛാ എന്നെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ഛാ, എന്നെ തെറ്റ് ചെയ്താണ് ഇവർ ഇങ്ങനെ പിടിച്ചിട്ടേക്കുന്നത് എന്നുള്ള രീതി പറയുവാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, പോട്ടെ പെട്ടെന്ന് പിടിച്ചോണ്ട് പുറത്തു പോകണം. അതേ സമയത്ത് ഇവരിറങ്ങുന്ന മുമ്പ് തന്നെ സച്ചി മറ്റു കൂട്ടുകാരോട് പറയുന്നത്, എന്താണ് ഇവനെ ഇറക്കണം. പിന്നെ രേവതിക്കറിയാം, എസ് ഐയുടെ ഭാര്യനെ രേവതിക്കറിയാം. അപ്പം രേവതി കൊണ്ട് വിളിപ്പിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഇറക്കി വിടും, അതുകൊണ്ട് രേവതിയെ വിളിക്കാന്നുള്ള രീതി പറഞ്ഞ് പോലീസ് ഫോൺ എടുക്കുമ്പോൾ തന്നെ കൂട്ടുകാരൻ പറഞ്ഞു, അതാണ് അവർ വന്ന് പറഞ്ഞ്. അപ്പം ഇവരെ ഇറക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് പൂസൊന്നും മാറിയിട്ടില്ല നമ്മുടെ സുധി അപ്പോഴത്തേക്ക് പറയുവാണ്, അച്ഛാ സച്ചി എങ്ങനെയല്ല അവനെ അടിക്കണോടാ സച്ചി, അവനെ വെറുതെ വിടരുത്, അവനെ അടിക്കണം, അവൻ എന്നോട് ക്ഷമ ചോദിച്ചിട്ടില്ല
നല്ല രീതിയിൽ പറയണം. നീ ഏതൊക്കെയും കയറുമെന്ന് പറഞ്ഞ് നേരെ ഇന്നോവയെ പിടിച്ച് കയറ്റുവാണ്. ഇന്നോവയെ പിടിച്ച് കയറ്റി നേരെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് പിന്നെയും ഇങ്ങനെ പിച്ചിമ്പയും പറഞ്ഞുകൊണ്ടിരിക്കുക, സുധി അല്ല സച്ചി, അവർ തെറ്റ് ചെയ്തേക്കുന്ന അവരാടാ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, എങ്ങനെയാലും അവരെ പിടിച്ചിറക്കണം, അല്ല അവരെ കൊണ്ട് ക്ഷമ പറയിപ്പിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ചെയ്യാടാ കുഴപ്പമില്ല, ഇപ്പം നീ ഇവിടെ ഇരിക്കും സമാനത്തോടെ ഇരിക്കുന്ന പറഞ്ഞ് പിടിച്ച് സമാനത്തോടെ ഇരുത്തുണ്ട്. ഉടനെ സച്ചി സുധി ചോദിക്കുന്നത് എൻ്റെ അമ്മ എന്ത് ചോദിക്കുന്നത്. ഉടനെ കുറേ അലറുന്നുണ്ട്, അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പറഞ്ഞ അമ്മ ഇവിടെ ഇല്ല. പിന്നെ അമ്മ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയാം. അമ്മ എനിക്കിപ്പോൾ കാണുന്ന. ഉടനെ രവീന്ദ്രൻ പറയുന്നുണ്ട്, അതിന് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലാടാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല, എൻ്റെ അമ്മ ഉള്ളതുപോലെ നിങ്ങൾ ആരും ആകത്തില്ല, കാരണം എൻ്റെ അമ്മ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, വേറെ ആരും സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ രവീന്ദ്രൻ്റെയും സച്ചിയുടെയൊക്കെ മുഖം വല്ലാണ്ട് പോകുന്നുണ്ട്. അപ്പം അതെല്ലാം കോർത്തിണയിക്കേണ്ട ഒരു വിശേഷമാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാൻ വരുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും നമ്മൾ മോർണിംഗ് വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.